ഞാനങ്ങനെ റിവ്യൂ പറയുന്നല്ല കേട്ടോ. റിവ്യൂ പറയുന്നതിൽ എന്താ പറയാ, ആ കൂട്ടത്തിൽ കൂട്ടരുത് കേട്ടോ. അതായത് എനിക്കതിന്റെ ABCD പോലും അറിയില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇന്നലെ എമ്പുരാൻ പോയി കണ്ടു. എമ്പുരാൻ എമ്പുരാൻ എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല ഗൈസ്. ലൂസിഫർ പടം മൊത്തത്തില് ലൂസിഫർ. ഇനിയിപ്പോ ആരേലും എന്തേലും പടം കണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് ലൂസിഫർ കണ്ടു എന്നാണ് ആദ്യം വരുന്നത് മൈൻഡില്. ഇന്നലെ പോയി കണ്ടു കേട്ടോ. അൺകട്ട് വേഷം തന്നെ കിട്ടി ഗൈസ്. ഇനിയിപ്പോ 3 ദിവസത്തിനുള്ളില് കട്ട് ചെയ്യും. ഒരു മിനിറ്റ്. 3 ദിവസത്തിനുള്ളില് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള വേഷം വരുന്നൊക്കെ പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടു കേട്ടോ. അപ്പോ റിവ്യൂ പറയാൻ പറ്റില്ല, ഞാൻ കണ്ടതിന്റെ ഒരു കുഞ്ഞു അപ്ഡേഷൻ തരാം. ഓക്കെ, കാണാത്ത ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണാം. നല്ല മൂവിയാണ് ഗൈസ്. കുറെ ആൾക്കാർ പറയുന്നത് കേട്ടായിരുന്നു പാൻ ഇന്ത്യൻ ആക്കാനുള്ള വകുപ്പൊന്നും ഇല്ല, പക്ഷെ ഒരു പാൻ ഇന്ത്യൻ കണ്ടന്റ് ഒക്കെ ഉണ്ട്. ഒരു പാൻ ഇന്ത്യൻ മേക്കിംഗ് ആണ്. ഞാൻ ശരിക്കും ഞെട്ടിയത് എന്താണെന്ന് അറിയോ, ഇതിന്റെ മേക്കിംഗ് കണ്ടിട്ടാണ് ഗൈസ്. മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഒരു നോർമൽ മലയാളം മൂവി ഞാൻ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു മേക്കിങ്ങിൽ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഗൈസ്, നമ്മൾ ഈ ചില മൂവീസ് ഒക്കെ കാണില്ലേ, ഒരു ബോളിവുഡ് അല്ല ഹോളിവുഡ് മൂവീസ് ഒക്കെ നമ്മൾ കാണില്ലേ. ഇപ്പോൾ ഹോളിവുഡിൽ തന്നെ ഇങ്ങനത്തെ മൂവീസ് ഇറങ്ങിയതൊക്കെ ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഗ്രാഫിക്സ് ആണെന്നൊക്കെ. പക്ഷെ ഹോളിവുഡിൽ തന്നെ ഹോളിവുഡ് പറപ്പിച്ച മൂവീസ് അല്ലെങ്കിൽ സീരീസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ പറഞ്ഞ് ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ ആലോചിച്ച ഈ പടം കാണുമ്പോഴും കണ്ടു കഴിഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാല് ഒരു മലയാളി പ്രൊഡക്ഷനിലാണ് ഈ മൂവി വന്നേക്കണേ, രാജുവേട്ടന്റെ. അപ്പൊ രാജുവേട്ടന് എങ്ങനെയാണ് ഇത്രയും എങ്ങനെയാണ് സെറ്റപ്പ് ആക്കാൻ കഴിഞ്ഞത്? അതായത് അതായത് ഈ സ്നൈപ്പർ ഷൂട്ടിന്റെ ഒക്കെ ചില സീനുകളുണ്ട്, അത് ഷൂട്ട് ചെയ്യുന്ന എങ്ങനെ ചെയ്യുന്ന പോലും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒക്കെ സീനുകൾ കേട്ടോ അതില്. പടം കണ്ടു കഴിഞ്ഞപ്പം അതായത് ഒരു റിയലിസ്റ്റിക് ഫീൽ അല്ല എനിക്ക് കിട്ടിയത്, അതിൽ ജീവിച്ച ഫീല്, ആ പടത്തില് ജീവിച്ച ഫീലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ആ പടം കണ്ടു കഴിഞ്ഞ് ഇന്നലെ ഉറക്കത്തിലൊക്കെ അത് തന്നെയായിരുന്നു മൊത്തം. തെരുതുരാ വെടിവെപ്പ്, എന്താ പറയാ. എന്നിട്ട് ഇന്നലെ പടം കണ്ടു കഴിഞ്ഞ് വരുമ്പോഴൊക്കെ എനിക്ക് കീ 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 എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ കയ്യോ പോകുമ്പോഴാണോ എന്നുള്ളൊരു ഫീൽ. അത്രയും ആ പടത്തിലേക്ക് നമ്മൾ ആഴത്തിൽ ചെന്നിറങ്ങി, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ടോട്ടൽ 3 ഹവേഴ്സാണ് ഉണ്ടായിരുന്നത്. 5 മണിക്ക് ഷോ തുടങ്ങി, ഒരു 8-8:15 ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടോ. ടോട്ടല് ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ലാലേട്ടൻ, രാജേട്ടൻ, പിന്നെ ഇന്ദ്രജിത്ത്, ആന്റണി പെരുമ്പാവൂര് കുഞ്ഞു റോൾസിലൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പിന്നെ ടൊവിനോ, മഞ്ജു ചേച്ചി, കിഡ്ലൻ ആക്ടിങ് ഗൈസ്. മഞ്ജു ചേച്ചി അതിൽ മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ല, എന്നിട്ടും അതിലെ ലുക്ക് ഒന്ന് കാണാം, നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്ന് പോകും, അങ്ങനത്തെ ഒരു ലുക്ക്. അതുപോലെ തന്നെ ടൊവിനോ ഒരു മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. പിന്നെ മേക്കപ്പ് അതിൽ വന്നേക്കുന്നത് അതിലെ തന്നെ ചില ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് മേക്കപ്പ് വരില്ലേ, അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് ഹെയർ, ഫേസ്, ബോഡി ഒക്കെ ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരില്ലേ, ആ ഒരു രീതിയിൽ മേക്കപ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ഇതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് കേട്ടോ അതിന് നിന്നിട്ടുള്ളത്. മഞ്ജു ചേച്ചിയുടെ ലുക്ക് നിങ്ങൾ കാണണം, ഒരു രക്ഷയില്ല കേട്ടോ. മേക്കപ്പ് ചെയ്യാനിട്ട് പോലും പുള്ളിക്കാരി വേറെ ലെവലായിട്ടുണ്ട്. നമുക്കൊന്നും ഒരു ലിപ്സ്റ്റിക് ഇടാണ്ട് പോലും ഇങ്ങനെ ചെന്ന് നിൽക്കാൻ പേടിയാ, പക്ഷെ വേറെ ലെവല് ഗൈസ്. പിന്നെ മേക്കിംഗ് ആണ് കേട്ടോ ഇതിന്റെ ഭയങ്കര ഹൈലൈറ്റും. ഇതിന്റെ മേക്കിംഗ് ഭയങ്കര ഇഷ്ടമായി. ലാഗുള്ള ഒരു സീന് പോലും ഇല്ല ഗൈസ്. ലാഗേ ഇല്ല മൂവിയിൽ, അങ്ങനത്തെ ഒരു ഇതാണ്. ആൻഡ് സ്റ്റോറി ഒന്നും ഞാൻ പറഞ്ഞു തരില്ല, കട്ട് ചെയ്യാത്ത വേർഷൻ ആണ് കേട്ടോ കിട്ടിയത്. കട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ അൺകട്ട് വേർഷൻ ഇങ്ങനെ വരുന്ന അനൗൺസ് ചെയ്തതിന് മുന്നേ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു അനൗൺസ് വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറെ പേര് ചെന്ന് കണ്ടു, പെട്ടെന്ന് തന്നെ കണ്ടു. പക്ഷെ ഇപ്പൊ പറയുന്നത് അങ്ങനെ കട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, കാരണം സിനിമയായിട്ട് കാണുക. ഓക്കെ, കട്ട് ചെയ്തിട്ടൊക്കെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കട്ട് ചെയ്യാൻ പോണ സീൻ ഏതാണെന്ന് എനിക്കറിയാം. ആ സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിന്റെ ആ സംഭവം അങ്ങോട്ട് പോകും. അതായത് ആ വില്ലനോടുള്ള നമുക്ക് ഉള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സീൻ കാരണം നമുക്ക് ആ വില്ലനോട് വരുന്ന ഒരു സംഭവം ഉണ്ട്, ആ സംഭവം അങ്ങോട്ട് പോകും ആ സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ് ഗൈസ്. നിങ്ങൾ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആ സീനിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അത്രയും നല്ല മൂവിയാണ് ഗൈസ്, പോയി കാണുക. ഓക്കെ, അങ്ങനെ എന്താ പറയാ, വയലൻസോ അങ്ങനെ ഒന്നുമില്ല, നല്ലൊരു മൂവിയാണ്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ബിഗ് ഒക്കെ ഈ കാറ്റഗറിയിലായിരിക്കാം, പക്ഷെ ഇതിന്റെ മേക്കിംഗ് വേറെ ലെവലാണ് ഗൈസ്. അതായത്
എന്താ ഇപ്പൊ പറയാ, ഈ ഇംഗ്ലീഷിലൊക്കെ മൂവീസ് ഇറങ്ങില്ലേ, അതായത് മാസ് മൂവി അങ്ങനെയല്ല. അതായത് ഇംഗ്ലീഷിൽ തന്നെ ഒരു ത്രില്ലിങ് മിസ്റ്റീരിയസ്, അതായത് ഈ FBI ഒക്കെ ഇടപെട്ടിട്ടുള്ള ചില മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗോർ ഗോർജിയ ഞാൻ ഈ അടുത്ത് ലാസ്റ്റ് ആയിട്ട് കണ്ട ഒരു മൂവിയാണ്. ഒരു ഒരു സ്നൈപ്പർ ഷൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് അത്. പക്ഷെ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ മൂവീസ് ഒക്കെ കണ്ടിട്ടില്ല. അതായത് ഹോളിവുഡിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വലിയ വലിയ മൂവീസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ക ആയിരിക്കും. അതായത് മൈക്ക് അയാൾ ഞാൻ ഇവിടെ കിടന്ന് ചിലക്കുന്നത് വെറുതെ ആയിരിക്കും. അങ്ങനത്തെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് ഗൈസ്. അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. രാജേട്ടൻ അങ്ങനെ ഇത്രയും സെറ്റപ്പ് ആയെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. കാരണം അങ്ങനെയാണ് ക്യാമറ വർക്ക്സ്, എഡിറ്റിങ്, പിന്നെ എന്താണ് BGM, സ്റ്റണ്ട്, എല്ലാം ഡയലോഗ്സ് എല്ലാം മാസ് 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 എന്നുള്ളതിനേക്കാളും അപ്പുറം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് ഇതിൽ ഡയലോഗ്സ് ആയിട്ടും സീനുകളായിട്ടും ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് അതിനോടൊപ്പം തന്നെ കുറച്ച് ത്രില്ലിങ് സീനുകളുണ്ട്. ആൻഡ് ഒരു ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ലൊക്കേഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേൾഡ് വൈഡ് ലൊക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മൂവിയാണ് കേട്ടോ. ആൻഡ് ഞാൻ ഇന്നലെ പോയി കണ്ടു. ഇനി കാണൂല കേട്ടോ, ഒരു തവണ കാണാനുള്ള ഒരു ഇതൊക്കെ തന്നെ ഉള്ളൂ. ഒരു തവണ കാണുമ്പോഴത്തേക്കും മൈൻഡിൽ കയറും, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഗൈസ്. ഓക്കെ, അപ്പോൾ 3 മണിക്കൂറാണ് കേട്ടോ. ഇനി കട്ട് ചെയ്തിട്ട് ഇറക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. നിങ്ങൾ കണ്ടോരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ. ആൻഡ് അപ്പൊ ഇത്രേ ഉള്ളൂ. എനിക്കൊന്ന് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി ഗൈസ്. കാരണം എമ്പുരാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ തേർഡ് പാർട്ട് വരുന്നുണ്ട്. തേർഡ് പാർട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്താ പറയാ, പോയി കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആൻഡ് പിന്നെ എന്തോ അതില് മെയിനായിട്ട് പറയാനുള്ളത്, കട്ട് ചെയ്ത വേർഷൻ വരാണ്ടിരിക്കുകയാണ് ഗൈസ് നല്ലത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോയി, അതിന്റെ എല്ലാം പോയി. അങ്ങനത്തെ ഒരു മൂവിയാണ്, അങ്ങനത്തെ ഒരു സീനാണ് അത് കേട്ടോ. കട്ട് ചെയ്ത ആ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലുക്കിംഗ് മുട്ട അതുപോലെയാവും. കാരണം ആ ഒരു പടത്തിന്റെ ഇൻട്രോ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഓക്കെ, ആൻഡ് ഓവറോൾ നല്ലൊരു മൂവിയാണ്. നമ്മൾ വെയിറ്റ് ചെയ്തതിനുള്ള റിസൾട്ട് ഉണ്ട്. സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ ലൂസിഫർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല മീൻസ് ലൂസിഫർ ഇറങ്ങി ഇപ്പൊ എത്ര വർഷമായി കാണും? എമ്പുരാൻ ഇറങ്ങുന്നതിന്റെ തലേന്നാണ് ഞാൻ ലൂസിഫർ കണ്ടത്. അത്രയും കാലം ഞാൻ ലൂസിഫർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇത്ര ഹൈപ്പിലുള്ള ഒരു മൂവിയാണെന്ന് എനിക്ക് അറിയുമായിരുന്നു. അങ്ങനെ എന്താ പറയാ, സ്വത്തുക്ക റെക്കമെൻഡ് ചെയ്ത് കാണുന്ന് പറഞ്ഞ് കണ്ടാലേ സെക്കൻഡ് പാർട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ കണ്ടതാണ്. കണ്ടു തുടങ്ങിയപ്പോ അയ്യോ ഇതെനിക്ക് മിസ്സായല്ലോ, കുറച്ച് നേരത്തെ കാണണമായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. ചില സംഭവങ്ങൾ അങ്ങനെയാണ് ഗൈസ്, ഓരോന്നിനും ഓരോ അതിൻ്റെതായ സമയം ഉണ്ടെന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് പാർട്ട്. അപ്പോഴും ഇങ്ങനെ റിലീസായി കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പോരാന്നൊക്കെ. അപ്പൊ എനിക്ക് അയ്യോ, ചിലര് പറയുന്നുണ്ടായിരുന്നു ലൂസിഫർ അവർക്ക് ഇഷ്ടമായി, എമ്പുരാൻ ഇഷ്ടമായില്ല, ലൂസിഫറിന്റെ അത്ര പോരാ. അപ്പൊ ഞാൻ ഓർത്തു ലൂസിഫർ എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഞാൻ ഓർത്തു ഇനിയിപ്പോ ലൂസിഫർ അത്ര പോരൂലായിരിക്കോ, ബോറായിരിക്കോ എന്നൊക്കെ. പക്ഷെ പോയി കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൂസിഫർ മേലെ ഇതായ അല്ലെങ്കിൽ എമ്പുരാൻ മേലെ അങ്ങനെ അറിയാൻ പറ്റില്ല, രണ്ടും ഒന്നിനൊന്ന്. അതായത് രണ്ടിലും വരേണ്ട സ്റ്റോറി കണ്ടന്റ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതുപോലെ തന്നെയാണ് പോയേക്കുന്നത്. ഒന്നിലും ഒരു കുറവും ഇല്ല, ഒരു കൂടുതലും ഇല്ല, ആ രീതിയിലാണ് പോയേക്കുന്നത്. ഈവൻ ഫസ്റ്റ് പാർട്ടാണെങ്കിലും സെക്കൻഡ് പാർട്ടാണെങ്കിലും. എൻ്റെ ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെയിറ്റ് ചെയ്തതിനുള്ള മുതലുണ്ട് ഗൈസ്. നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ പോയി കാണാണ്ടിരിക്കണ്ട കേട്ടോ. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. ആൻഡ് കാരണം നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ നിന്ന് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ രാജേട്ടൻ ഈ ഒരു ഹൈപ്പിൽ ഒരു മൂവി ക്രിയേറ്റ് എനിക്ക് തോന്നണില്ല ഗൈസ്. നമ്മളുടെ ഇവിടെ തന്നെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറ്റുമെന്ന്. കാരണം അത്രയും സെറ്റപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും ഹൈപ്പിലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാ, ഒരു ആംഗിൾ ഓഫ് ഷൂട്ടിങ് നമ്മുടെ നോർമൽ മൂവീസ് പോലെ അല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഒരു ഹോളിവുഡ് മൂവി കണ്ട ഫീല്. അതായത് ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ അങ്ങനെയല്ല, ഒരു പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള മൂവി ഉണ്ടാവില്ല ഗൈസ്. നമ്മളുടെ നൈറ്റ് ഷ്യാമളന്റെ മൂവീസ് ഒക്കെ അല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ടച്ചപ്പ് വരുന്ന മൂവിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും പോയി കാണുക.